ഹായ്, എന്താ മോളെ പേര്? സ്വാതി. നമുക്കൊരു വെറൈറ്റി മെൽ ലിസൺ ചെയ്തല്ലോ. മോളെ എത്രയല്ലേ പഠിക്കുന്നത്? 5-ല്. എന്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ് ഇരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം ഡിഫറെന്റ് കാർഡ്സുകൾ തന്നെയാണ്. മോളൊന്ന് നോക്കാമോ? എല്ലാം വ്യത്യസ്തമായ കാർഡ്സുകൾ തന്നെയല്ലേ. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ കാർഡ്സ് ഓരോന്നായിട്ട് ടേബിളിൽ ഡീൽ ചെയ്യും. മോളുടെ മനസ്സിൽ ഞാൻ എവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നുന്നു, മോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. മോൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ നിർത്തും. ഇവിടെ വെച്ചിരുന്നോ അതോ ഇതും കൂടെ ഇടണോ? ഇതും കൂടെ ഇട്ട്. ഓക്കെ, ഞാൻ ഇട്ടതിന് ശേഷം ബാക്കി കാർഡ്സ് മാറ്റി. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്, ഞാൻ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഞാൻ ചോദ്യമല്ലേ ചോദിക്കാം. ഇതിൽ ഇഷ്ടമുള്ള രണ്ട് സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ മോൾ ഈ സെറ്റ് സെലക്ട് ചെയ്യുക, അത് ആ സെറ്റ് സെലക്ട് ചെയ്യൂ. ഈ സെറ്റ് സെലക്ട് മോൾ സെലക്ട് ചെയ്ത സെറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ സെറ്റിലെ ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്കണം. ഒരു കാരണവശാലും ഇതെന്നെ കാണിക്കരുത്. മോള് നോക്കിയിട്ട് മോളുടെ ഫ്രണ്ടിനെയും കാണിച്ചിട്ട് ക്യാമറയിലൊന്ന് കാണിക്കും. എന്നിട്ട് അതിലെ കളറ് നമ്പർ എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, നോക്കിക്കഴിഞ്ഞിട്ട് പറയണേ. അതൊന്ന് ക്യാമറയിലൊന്ന് കാണിക്കണേ. ഓക്കെ ആയിരുന്നു. അതൊന്ന് കമിഴ്ത്തി വെച്ചോണേ ടേബിളില്, ഞാൻ കാണാത്ത രീതിയിൽ. ഓക്കെ ആണോ? ശരി കേട്ടോ. ഓക്കെ, അതിന് ഞാൻ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടിട്ടില്ല. നമ്മുടെ മനസ്സിലൊരു കാര്യമുണ്ട്. ആ കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. നമ്മൾ അതിനൊന്ന് പുറത്തോട്ട് കൊണ്ടുവരണം. ഇവിടെ ഇതൊരു യൂണിവേഴ്സ് ആണെന്ന് മോൾ സങ്കല്പിക്കും. ഇപ്പൊ മോക്ക് ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് മോളുടെ മുന്നിൽ വരുന്നതായിട്ട് സങ്കല്പിക്കാമോ? അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് സാധിച്ചു തരുമെന്നാ പറയുന്നത്. ഓക്കെ, മോള് കണ്ട ആ കാർഡ് ഈ കലയിലോട്ട് സ്പ്രെഡ് ചെയ്യാമോ മനസ്സിൽ, ഇമാജിനേഷനിൽ? ഓക്കെ, എന്റെ കയ്യിൽ ഒരു കമ്പി ഇരിക്കുകയാണ്. ഈ കമ്പിയിലോട്ട് മോൾ ആ കാർഡ് കൊണ്ടുവരാമോ? ഈ കമ്പിയുടെ അറ്റത്തൊന്ന് പിടിക്കാമോ? ഇനി മനസ്സിൽ ആ കാർഡ് ഒന്ന് പറയാമോ? മനസ്സിൽ, ഞാൻ കേൾക്കാതെ. ഈ കമ്പിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാമോ? ഓക്കെ, കൈ വിട്ടോ. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ഒരു ട്രൈ മാത്രമാണ്, പേടിക്കാൻ ചെയ്യണ്ട. ഒരു ട്രൈ ആണ്. ഇത് വെറും ഒരു കമ്പിയല്ലേ. ടച്ച് ചെയ്ത് നോക്കാമോ? വെറും നോർമൽ കമ്പിയല്ലേ. ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചേ. ഈ കമ്പീന മോളുടെ കാർഡ് മോൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടല്ലോ, അതിൽ നമ്പർ ഓർമ്മ ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8. ഓക്കെ, 5-ന് മുകളിൽ വരുന്ന ഏതെങ്കിലും നമ്പറാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് പറയാം. 5-ന് മുകളിൽ വരുന്ന നമ്പറാണ്. ഓക്കെ, അതിന്റെ സിമ്പൽ ഒന്ന് വിചാരിച്ചോണേ. മോളുടെ കാർഡ് ഞാൻ ഈ കമ്പിയിലോട്ട് മോള് ടച്ച് ചെയ്തപ്പോ ആയിട്ടുണ്ട്. ആ രൂപത്തിൽ മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു സംഭവം ചെയ്യാൻ പോവാണേ. മോൾ കുറച്ച് ബാക്കിലോട്ട് നിന്നേ. ഇത് കുട്ടികൾ ആരും ഇത് കണ്ട് അനുകരിക്കില്ലേ. ഞാനിത് സ്ഥിരം പെർഫോം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അത്ര ബാക്കി പോകണ്ട, അങ്ങനെയൊന്നും പറ്റില്ല. ജസ്റ്റ് മോക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, ഫുള്ള് കത്തിച്ച് കഴിയുമ്പോ ആ രൂപത്തിലോട്ട് വരും. മോക്ക് 7 ഓഫ് ഹാർട്സ് കാർഡാണോ കിട്ടിയത്? 7 ഓഫ് ഹാർട്സ് സിമ്പലിലോട്ട് മാറിയുണ്ടോ? മോൾ ഈ കമ്പി ടച്ച് ചെയ്തില്ലേ? ടച്ച് ചെയ്തിട്ട് മോള് മനസ്സ് വിചാരിച്ചില്ലേ? അപ്പൊ ഈ കമ്പിയിലോട്ട് ട്രാൻസ്ഫർ ആയതാണ്. ഞാൻ ചെയ്തതല്ല, കമ്പിയിലോട്ട് ആ രൂപത്തിലോട്ട് ട്രാൻസ്ഫർ ആയതാ. 7 ഓഫ് ഹാർട്സ് ക്യാമറ ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറ്റും. 7 ഓഫ് ഹാർട്സ്. താങ്ക് യു.